സമ്മ കാണുന്നതിലെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് എന്ന് പറയുന്ന സീരീസിലെ 7, 77, 777 എന്നിങ്ങനെ പറയുന്ന സീരീസിലെ n ടേംസിന്റെ സംഖ്യ n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോ 7, 77, 777 എന്നിങ്ങനെ പറയുന്ന സീരീസിലെ n ടേംസിന്റെ സമ്മ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. n ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ n ടേംസിന്റെ സമ്മ് എങ്ങനെയാണ് ഈ ഒരു സീരീസിലെ n ടേംസിന്റെ സമ്മ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ സീരീസ് എന്ന് പറയുന്നത് 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ഒരു സീരീസ് ആണ്. ഈ ഒരു സീരീസിൽ നിന്നും 7 എന്ന് പറയുന്ന എലമെന്റിനെ കോമൺ ആയി പുറത്തേക്ക് എടുക്കുന്നു. 7 എന്ന് പറയുന്ന എലമെന്റിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. ഇപ്പോ ഒരു ഉദാഹരണത്തിന് 10 പ്ലസ് 15 പ്ലസ് 20 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 10 പ്ലസ് 15 പ്ലസ് 20 എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ 5 ഇൻറ്റു 2 പ്ലസ് 3 പ്ലസ് 4 എന്ന് എഴുതാം. 10 പ്ലസ് 15 പ്ലസ് 20 എന്നുള്ളതിനെ നമുക്ക് 5 ഇൻറ്റു 2 പ്ലസ് 3 പ്ലസ് 4 എന്ന് എഴുതാം. കാരണം ബ്രാക്കറ്റിന്റെ പുറത്തുള്ള നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 ഇൻറ്റു 2 10 പ്ലസ് 5 ഇൻറ്റു 3 15 5 ഇൻറ്റു 4 20. അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇനി മറ്റൊരു ഉദാഹരണം 10 പ്ലസ് 20 പ്ലസ് 30 എന്നുള്ളതിനെ നമുക്ക് 10 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 എന്ന് എഴുതാം. 10 ആണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തത്. അപ്പൊ 10 ഇൻറ്റു 1 10, 10 ഇൻറ്റു 2 20, 10 ഇൻറ്റു 3 30. അപ്പൊ 10 പ്ലസ് 20 പ്ലസ് 30 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് 10 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 എന്നുള്ള രൂപത്തിൽ ഇതിനെ എഴുതാം. 7 പ്ലസ് 77 പ്ലസ് 777 പ്ലസ് എന്നിങ്ങനെ പോകുന്ന ആ ഒരു സീരീസിനെ നമുക്കൊരു GPയുടെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു GPയുടെ രൂപത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ 7 എന്ന് പറയുന്നതിനെ നമ്മൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. 7നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് 1111 പ്ലസ് എക്സെട്ര എന്നിങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. കാരണം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 7 ഇൻറ്റു 1 7, 7 ഇൻറ്റു 11 77, 7 ഇൻറ്റു 111 777 ഇതിങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 7 എന്ന് പറയുന്ന എലമെന്റിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയും 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ഇതിനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സംഖ്യയെ അല്ലെങ്കിൽ ഈ ഒരു സീരീസിനെ ഒരു GPയുടെ രൂപത്തിലേക്ക് മാറ്റി എഴുതിയാൽ മാത്രമേ ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ സീരീസിനെ 9 കൊണ്ട് ഗുണിക്കുകയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. കാരണം ഒരു സംഖ്യയെ, ഏത് സംഖ്യയായാലും ആ സംഖ്യയെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടാവുന്നില്ല. ഒരു ഉദാഹരണം 5നെ 4 കൊണ്ട് ഗുണിക്കുകയും 4 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു. 5 എന്ന് പറയുന്ന സംഖ്യയെ 4 കൊണ്ട് ഗുണിക്കുകയും 4 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഈ 4 കട്ട് ചെയ്ത് പോകും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5 തന്നെയാണ്. 10 എന്ന് പറയുന്ന സംഖ്യയെ 8 കൊണ്ട് ഗുണിക്കുകയും 8 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു. 10 എന്ന് പറയുന്ന സംഖ്യയെ 8 കൊണ്ട് ഗുണിക്കുകയും 8 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. 80 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 10. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ സീരീസിനെ 9 കൊണ്ട് ഗുണിക്കുകയും 9 കൊണ്ട് ഹരിക്കുകയും ചെയ്യാം. ഈ സീരീസിനെ മുഴുവനായിട്ട് 9 കൊണ്ട് ഗുണിക്കുകയാണ്. 9 കൊണ്ട് ഗുണിക്കുകയും 9 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്ന സമയത്ത് 7/9 ഇൻറ്റു 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര എന്നിങ്ങനെ നമുക്ക് കിട്ടും. കാരണം 9 കൊണ്ട് ഗുണിക്കുകയും ചെയ്തു, 9 കൊണ്ട് ഹരിക്കുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ 7/9 ഇൻറ്റു 9 എന്നാണ് ഇവിടെ വരുന്നത്.
ഇവിടെ നോക്കിയാൽ മനസ്സിലാവോ? ഡൗട്ട് ഉണ്ടെങ്കിൽ 7/9 × 9 ആണ് ആദ്യത്തേത് വരിക. അതായത് ഈ 9ഉം കട്ട് ചെയ്ത് പോകുമോ, ഇവിടെ പുറത്ത് 7 ഉണ്ടാവോ, ഇവിടെ 1 അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ് വരിക? 7/9 × 99. 7/9 × 99. 99 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 11 ഉണ്ടാവും. 7 × 11 അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. 7 × 11 അല്ല, 7 × 1 പ്ലസ് 7 × 11. അപ്പൊ അത് തന്നെയാണ് 7 × 1 പ്ലസ് 7 × 11. ഇനി പ്ലസ് അടുത്തത് വരുമ്പോ 7/9 × 999. 999 കട്ട് ചെയ്ത് പോകുമ്പോ 111 ആയി. അപ്പൊ 7 × 111 അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. 7 × 111. ഈ ഒരു സീരീസിനെ 9 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഗുണിക്കുകയും 9 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് തന്നെ ഹരിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സീരീസ് ആണ് നമ്മളുടെ മുന്നിൽ കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് വേറെ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഒരു സീരീസിനെ ഒരു GPയുടെ രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7/9 × 9 നമുക്ക് 10 - 1 എന്ന് എഴുതാം. പ്ലസ് 10 - 1 പ്ലസ് 99 100 - 1 പ്ലസ് 999 1000 - 1 ഇങ്ങനെ എഴുതാം. അപ്പൊ ഈ സീരീസ് എന്ന് പറയുന്നത് എന്തായി മാറി? 7/9 × 10 - 1 പ്ലസ് 100 - 1 പ്ലസ് 1000 - 1 എന്നിങ്ങനെയുള്ള ഈ ഒരു രൂപത്തിലേക്കായിട്ട് മാറി. ഇതിനെ നമുക്ക് ഒന്നുകൂടി കൺവേർട്ട് ചെയ്യാനുള്ളത് പ്ലസ് സംഖ്യകളെല്ലാം ഒരുമിച്ചും മൈനസ് സംഖ്യകളെല്ലാം മറ്റൊരു രൂപത്തിലേക്ക്, മറ്റൊരു ഭാഗത്തേക്കുമാക്കിയിട്ട് മാറ്റി എഴുതുന്നു. അപ്പോ പ്ലസ് സംഖ്യകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തെഴുതുന്നു, മൈനസ് സംഖ്യകളെല്ലാം അപ്പുറത്തേക്ക് മാറ്റി അറേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പൊ 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര. ഇനി മൈനസ് സംഖ്യകളെല്ലാം മാറ്റി എഴുതുന്നു. പ്ലസ് -1 പ്ലസ് -1 പ്ലസ് -1. ഇത് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പ്ലസ് സംഖ്യകളെല്ലാം ഒരുമിച്ച് എഴുതി. 10 100 1000 എന്നുള്ള പ്ലസ് സംഖ്യകളെല്ലാം ഒരുമിച്ച് എഴുതി. മൈനസ് സംഖ്യകളെല്ലാം ഇപ്പുറത്തേക്ക് ഒരുമിച്ച് എഴുതി. വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് നമുക്കൊരു GPയുടെ രൂപത്തിലേക്ക് കിട്ടി. അപ്പൊ 7/9 എന്നുള്ള ഭാഗം അവിടെ നിൽക്കട്ടെ. 7/9 എന്നുള്ള അവിടെ നിന്ന് കഴിഞ്ഞാല് 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എന്ന് പറയുന്ന ഭാഗം നമുക്കൊരു GPയുടെ രൂപത്തിലേക്ക് കിട്ടി. കാരണം 10നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 കിട്ടുന്നത്, 100നെ 10 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1000 കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്കൊരു GPയുടെ രൂപത്തിലേക്ക് കിട്ടി. അപ്പൊ ഒരു GPയുടെ ഫസ്റ്റ് ടേം ആയിട്ടുള്ളത് 10, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ ഒരു GP ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. +1 + -1 + -1 എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒരു സീരീസ് ആണ് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. ഈ സീരീസിലെ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതൊരു GP ആണ്. എങ്ങനെയാണ് ഇത് GP ആവുന്നത്? ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു സീരീസ് കിട്ടുന്നത്. അതായത് 10നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 100, 100നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000, അങ്ങനെയാണ് ഈ ഒരു സീരീസ് ഇങ്ങനെ കിട്ടിപ്പോകുന്നത്. ഓക്കെ, ഇപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു സീരീസിന്റെ 10 പ്ലസ് 100 പ്ലസ് 1000 എന്നിങ്ങനെ പറയുന്ന ഒരു സീരീസ്, അതിന്റെ ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് 10, R കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 100 / 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ A എന്ന് പറയുന്നത് 10, R എന്ന് പറയുന്നത് 10. N എത്രയാണ് എന്നുള്ളത് അറിയില്ല, കാരണം അതൊരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ N എത്രയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ 6 എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ സമ്മ കണ്ടുപിടിക്കുന്ന കേസിൽ 6 എന്ന് പറയുന്നത് 1നേക്കാൾ കുറവാണെങ്കിൽ ഒരു ഇക്വേഷനും 1നേക്കാൾ കൂടുതലാണെങ്കിൽ മറ്റൊരു ഇക്വേഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ R എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ സമ്മ കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ Sn = A × r⁻n - 1 ഡിവൈഡഡ് ബൈ r - 1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ പരിഗണിക്കുന്നത്. 10 പ്ലസ് 100 പ്ലസ് 1000 എന്നിങ്ങനെ പോകുന്ന ഈ ഒരു സീരീസിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ സമ്മ കണ്ടുപിടിക്കുമ്പോൾ A × r എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ 7/9 എന്ന് പറയുന്നത് ഈ സീരീസിന്റെ പുറത്തുണ്ട്. അത്
ഓർത്തിരിക്കണം. 7/80 എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. ഇൻറ്റു a എന്ന് പറയുന്നത് 10 ഇൻറ്റു r⁻n-1 ഡിവൈഡഡ് ബൈ 10-1. സോ ഈ ഒരു 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എന്നിങ്ങനെ പറയുന്ന ഈ ഒരു സീരീസിന്റെ സമ്മാണ് a ഇൻറ്റു r⁻n-1 ഡിവൈഡഡ് ബൈ r-1. സോ 10 ഇൻറ്റു 10⁻n-1 ഡിവൈഡഡ് ബൈ 10-1. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ രണ്ടാമത് ഒരു സീരീസ് കൂടിയുണ്ട്. -1 പ്ലസ് -1 പ്ലസ് -1 എന്ന് പറയുന്ന ഒരു സീരീസ് കൂടിയുണ്ട്. പക്ഷെ അത് GP അല്ല, അത് അങ്ങനെ ഒരു സീരീസ് ആണ്. -1 പ്ലസ് -1 പ്ലസ് -1 പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന മറ്റൊരു സീരീസ് കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മറ്റൊരു കാര്യം, ഇവിടെ 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2, അതായത് 5 2 തമ്മിൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി, 2n ചെയ്താൽ മതി. 2n എന്ന് പറയുമ്പോൾ 2 എത്ര പ്രാവശ്യം ഉണ്ട്? ഹൗ മെനി നമ്പേഴ്സ്, ഹൗ മെനി ടൈംസ് n റിപ്പീറ്റ്സ്? 5 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 2 × 5 = 10 എന്നുള്ള ആൻസർ. ഇവിടെ 2 × 5 എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. കാരണം മറ്റൊന്നുമല്ല, അതായത് ഇത് എത്ര പ്രാവശ്യം ഉണ്ടോ അത് ഇൻറ്റു n എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യമാണ് ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 എന്ന് പറയുന്നത് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ n ടേംസിന്റെ സമ്മാണ്. ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, n ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല, അപ് ടു n ആണ്. അതുകൊണ്ട് ആണ് നമ്മൾ ഇവിടെ തന്നെ n എന്ന് പറയുന്ന രൂപത്തിൽ ഇതിനെടുത്തത്. ഇവിടെ -1 പ്ലസ് -1 പ്ലസ് -1 എന്ന് പറഞ്ഞുകൊണ്ട് അതും അപ് ടു n ആണ് വരുന്നത്. അപ്പോ -1 എന്ന് പറയുന്നത് 10 പ്രാവശ്യമാണെങ്കിൽ -1 ഇൻറ്റു 10 എന്ന് പറയാം. -1 എന്ന് പറയുന്നത് n പ്രാവശ്യമായതുകൊണ്ട് -1 ഇൻറ്റു n എന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു സീരീസിന്റെ സം എന്ന് പറയുന്നത് 10 ഇൻറ്റു 10⁻n-1 ബൈ 10-1. ദെൻ -1 പ്ലസ് -1 പ്ലസ് -1 എന്ന് പറയുന്ന ആ സീരീസിന്റെ സം എന്ന് പറയുന്നത് പ്ലസ് -1 ഇൻറ്റു n. അപ്പോ ഇതും ഈ ഒരു സീരീസിന്റെ സമ്മും ഈ ഒരു സീരീസിന്റെ സമ്മും കൂട്ടിയതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ 7/9 ഇൻറ്റു 10 ഇൻറ്റു 10⁻n-1 ഡിവൈഡഡ് ബൈ 9. ഇവിടെ പ്ലസ് മൈനസ് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് അതിനെ -1 ഇൻറ്റു n എന്ന് എഴുതുന്നു. ഇതാണ് ഈ ഒരു സീരീസിന്റെ സം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്ന് പറയാം.